ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. നിങ്ങൾ 10th മെയിൻസ് എക്സാം എഴുതുന്നവരാണെങ്കിലും ഡിഗ്രി പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും ഡെയിലി ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയാൽ തന്നെ നമുക്ക് നല്ല സ്കോർ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഇംഗ്ലീഷിൻ്റെ മാത്സിൻ്റെയും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. ഇന്ന് നമ്മൾ നോക്കുന്നത് 07121 2021 നടന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ആഡ് എ ക്വസ്റ്റ്യൻ ടാഗ് ഐ ടോൾഡ് യു ഡാഷ്. ടെല്ല് ടോൾഡ്. അപ്പോൾ ഏതാ വരുന്നത്? V2 ഫോമാണ് വരുന്നത്. അപ്പോൾ എന്ത് വരും? ഡിഡ് വരും. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് നോട്ടില്ലാത്തതുകൊണ്ട് ഡിഡിൻറ്റ് ഐ, ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. വിത്തൗട്ട് സൂപ്പർവിഷൻ ചിൽഡ്രൻ മൈറ്റ് ഈറ്റ് അൺഹെൽത്തി ഫുഡ് ഓർ ലീഡ് എ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. സെഡൻറ്ററി മീൻസ് ഇനാക്റ്റീവ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ഔട്ട് ഓഫ് ദി ഫോളോയിങ്. ഓപ്പർച്യൂണിറ്റി, പ്രിവിലേജ്. ഒപ്പോർട്ട് യൂണിറ്റി വരും. ഓപ്പർച്യൂണിറ്റി, OPPORTUNITY, ഓപ്പോർട്ട് യൂണിറ്റി. അങ്ങനെ ഓപ്പോർട്ട് യൂണിറ്റി. പ്രിവിലേജിന് PRIVILEGE. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഹി സെഡ് ഹിസ് ജോബ് ഈസ് ടു അറ്റൻഡ് ടു ദി ഡിസീസ് ഓഫ് ദി ഐ. കണ്ണിന് അസുഖമൊക്കെ വരുമ്പോൾ കാണിക്കുന്ന ഡോക്ടർ ആരാണ്? ഒഫ്താൽമോളജിസ്റ്റ്, ഓപ്ഷൻ എ. What is the meaning of the idiomatic expression in the following sentence? Our entire class is quacking in its boots. Quacking in its boots means nervousness, to tremble with fear or nervousness. Next question. Fill in the blanks with appropriate word. The manager dash to a pay hike next month. അപ്പം അടുത്ത മാസം ഹൈക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇത് എലൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറുക എന്നാണ് അർത്ഥം. എലൂഡ് മീൻസ് ഒഴിഞ്ഞു മാറുക. അലൂഡ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഏതായിരിക്കും വരുന്നത്? എലൂഡ് ഒഴിഞ്ഞു മാറുക, അലൂഡ് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇവിടെ വരുന്നത് സ്യൂട്ടാവുന്ന അലൂഡാണ്. ദ മാനേജർ അലൂഡ് എ പേ ഹൈക്ക് നെക്സ്റ്റ് മന്ത്. നെക്സ്റ്റ് വൺ. ചൂസ് ദ വേർഡ് നിയർലി ഓപ്പോസിറ്റ് മീനിങ് ടു ദ വേർഡ് ഫാക്റ്റ്. ഫാക്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വാക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈ എന്ന് പറയുമ്പോഴൊരു ഫാക്റ്റ് തന്നെയാണ്. ഇമാജിനേഷൻ ഫാക്റ്റാണ്, റിയാലിറ്റി ഫാക്റ്റാണ്, ഫിക്ഷനാണോ? ഫിക്ഷൻ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണ് വരുന്നത്. ഫാക്റ്റിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആയിട്ട് വരുന്ന വേർഡ് ഏതാണ്? ഫിക്ഷൻ എന്നുള്ളതാണ് ഫാക്റ്റിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കെട്ടിച്ചമച്ചത്. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ടിച്ചമച്ചത്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ബ്രദേഴ്സ് ടുഗദർ വിത്ത് ദെയർ സിസ്റ്റർ ഡാഷ് ഹിയർ. ദ ബ്രദേഴ്സ് ടുഗദർ വിത്ത് ദെയർ സിസ്റ്റർ ഡാഷ് ഹിയർ. ടുഗദർ വിത്ത്, എലോങ് വിത്ത്, ഇൻ അഡീഷൻ ടു, ഇതിൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് വരുവാണെങ്കിൽ നമ്മൾ ഏതായിരിക്കും എടുക്കേണ്ടത്? ഫസ്റ്റ് വരുന്ന എന്താണ്? അതിനനുസരിച്ചിട്ടാണ് ആൻസർ വരുന്നത്. ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്ന ബ്രദേഴ്സ്, ഒന്നിൽ കൂടുതൽ ആളുണ്ട്. അത് പ്ലൂറലായിട്ടാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അനുസരിച്ചിട്ടാണ് വെർബ് വരുന്നത്. അപ്പോൾ പ്ലൂറൽ ആയതുകൊണ്ട് ഏതായിരിക്കും വെർബ് വരുന്നത്? ആർ. അടുത്ത ക്വസ്റ്റ്യൻ. മൈ മദർ ഹെൽപ്ഡ് മീ ഡാഷ് മൈ ഹോംവർക്ക്. നമ്മളിത് കാണുന്ന ഉടനെ ആദ്യം ടു ഡു എന്ന് എഴുതാൻ തോന്നും, പക്ഷേ അത് തെറ്റാണ്. ഇപ്പോൾ ഹെൽപ്ഡ് മീ എന്ന് വന്നു കഴിഞ്ഞാൽ, ഹെൽപ്ഡ് മീ എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ബെയർ ഇൻഫിനിറ്റീവേ യൂസ് ചെയ്യത്തുള്ളൂ. ഹെൽപ്ഡ് മീക്ക് ശേഷം ബെയർ ഇൻഫിനിറ്റീവേ യൂസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഡു ആണ് ആൻസറായിട്ട് വരുന്നത്. പ്രത്യേകം ഓർക്കുക, ഹെൽപ്ഡ് മീ പ്ലസ് ബെയർ ഇൻഫിനിറ്റീവേ വരത്തുള്ളൂ. അതുകൊണ്ട് ഡു ആണ് ആൻസറായിട്ട് വരുന്നത്. സംതിങ് ഡാഷ് ഹാപ്പൻഡ് ഓർ ദേ വുഡ് ബി ഹിയർ ബൈ നൗ.
സംതിങ് ഡാഷ് ഹാപ്പൻഡ് ഓർ ദേ വുഡ് ബി ഹിയർ ബൈ നൗ. ഇപ്പോൾ ഏതാ വരുന്നത്? സംതിങ് ഡാഷ് ഹാപ്പൻഡ്. സംതിങ് ഡാഷ് ഹാപ്പൻഡ് മസ്റ്റ് ഹാവ് അല്ലേ വരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസീവ് ഫോമാണ് വരുന്നത്. പാസീവ് ഫോമിൽ B+V3 ഫോമാണ് വരുന്നത്. അപ്പോൾ വരുന്നത് മസ്റ്റ് ഹാവ് ആണ് വരുന്നത്. ഇവിടെ മസ്റ്റ് ബിയും വരാം, മസ്റ്റ് ഹാവും വരാം. PSCയുടെ ആൻസർ കീക്കകത്ത് വന്നിരിക്കുന്നത് മസ്റ്റ് ഹാവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മിസ്റ്റർ ബജാജ് വാസ് ഡാഷ് വെരി ഫാസ്റ്റിഡിയസ് പേഴ്സൺ ഹൂ ലിവ്ഡ് ഇൻ ഡാഷ് സ്മോൾ ഹൗസ് വിത്ത് ഡാഷ് ബ്യൂട്ടിഫുൾ ഗാർഡൻ. Mr. Bajaj was a very fastidious person who lived in a small house with a ബ്യൂട്ടിഫുൾ ഗാർഡൻ. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നിർത്തി പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കമല took a long flight from Tanzania. She dash be exhausted after that. I told her, you dash rest dear. ഇപ്പോൾ യു ഡാഷ് റെസ്റ്റ് ഡിയർ, അപ്പോൾ ഇതൊരു അഡ്വൈസ് കൊടുക്കുക. അപ്പോൾ അഡ്വൈസ് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ഷുഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തേന് ഷുഡാന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആദ്യത്തെ എന്ത് വരും? കമല ടുക്ക് എ ലോങ് ഫ്ലൈറ്റ് ഫ്രം ടാൻസാനിയ. ഷീ മസ്റ്റ് ബി എക്സോസ്റ്റഡ് ആഫ്റ്റർ ദാറ്റ് ഐ ടോൾഡ് ഹർ യു ഷുഡ് റെസ്റ്റ് ഡിയർ. അടുത്ത ക്വസ്റ്റ്യൻ, കറക്റ്റ് ദ സെൻറ്റൻസ് ഇഫ് there is an error. You can pass the examination if you answer the questions with precision, accurately and quickly. ഇപ്പോൾ ഇവിടെ വിത്ത് പ്രിസിഷൻ, ആക്യുറേറ്റ്ലി ആൻഡ് ക്വിക്കലി. പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യം, ആഡ് വെർബ് വരുമ്പോൾ LYയിലാണ് അവസാനിക്കുന്നത്. അതുപോലെ തന്നെ വിത്ത് പ്രിസിഷൻ എന്ന് പറയത്തില്ല, വിത്ത് ചേർത്തിട്ട് ഒരു ആഡ് വെർബ് പറയാറില്ല. അപ്പോൾ പ്രിസൈസ്ലി, ആക്യുറേറ്റ്ലി ആൻഡ് ക്വിക്കലി എന്നേ വരത്തുള്ളൂ. ഇഫ് സുഹറ ലെൻഡ് us her car, വി ഡാഷ്. ലെൻഡ് എന്ന് പറയുമ്പോൾ എന്താ വരത്തുള്ളൂ? കുഡ് ഗോ ടു ആൽവ. ഐ ആം അക്കസ്റ്റംഡ് ഡാഷ് ഹാർഡ് വർക്ക്. അക്കസ്റ്റംഡിന് ശേഷം എന്താ വരുന്നത്? അക്കസ്റ്റംഡ് ടു, അക്യൂസ്ഡ് ഓഫ്, അക്കംപ്ലിഷ്ഡ്, അങ്ങനെ കുറേ വേർഡ്സ് നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ലേ. അപ്പോൾ ഇത് അക്കസ്റ്റംഡ് കഴിഞ്ഞിട്ട് വരുന്ന ഏതാണ്? ടു. സിംഗിൾ ദ ഓഡ് വൺ ഔട്ട്. ഷിപ്പ് റെക്ക്, പ്ലെയിൻ റെക്ക്, കാർ റെക്ക്, ട്രെയിൻ റെക്ക്. ഏതാണ് വരുന്നത്? ഷിപ്പ് റെക്കാണ് വരുന്നത്. കാർ ആക്സിഡൻ്റ് എന്ന് വരത്തുള്ളൂ, പ്ലെയിൻ ആക്സിഡൻ്റ് എന്ന് വരത്തുള്ളൂ, ട്രെയിൻ ആക്സിഡൻ്റ് എന്ന് വരത്തുള്ളൂ. ഷിപ്പ് റെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പ് അപകടത്തിലാണെന്നാണ് ഷിപ്പ് റെക്ക്. മിഥുൻ ഹാസ് എ ഡാഷ് ഓഫ് ഡോക്ടേഴ്സ്. സെലക്ട് ദ കറക്റ്റ് ഫോം ഓഫ് ട്രസ്റ്റ്. ഇവിടെ നമുക്ക് ഡിസ്ട്രസ്റ്റും വരാം, മിസ്ട്രസ്റ്റും വരാം. പക്ഷേ PSCയുടെ ആൻസർ കീ വന്നപ്പോൾ ഡിസ്ട്രസ്റ്റ് ആണ് വന്നത്. മിഥുൻ ഹാസ് എ ഡിസ്ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിശ്വാസം ഉണ്ടെന്ന്. മിഥുൻ ഹാസ് എ ഡിസ്ട്രസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ്. യൂസ് എ ഫ്രേസൽ വെർബ്. ഹി ഡസ് നോട്ട് ഡാഷ് എനി മിസ്ബിഹേവിയർ ഇൻ ഹിസ് ക്ലാസ്. ഇതെല്ലാവർക്കും അറിയാം, അൺസഹിക്കബിൾ ആണെന്ന് പറയാം. പുട്ട് അപ്പ് വിത്ത്, ഇത് ടോളറേറ്റ്. ഹി ഡസ് നോട്ട് പുട്ട് അപ്പ് വിത്ത്, ടോളറേറ്റ് അതായത് സഹിക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഹി ഡസ് നോട്ട് ടോളറേറ്റ് എനി മിസ്ബിഹേവിയർ ഇൻ ഹിസ് ക്ലാസ്. ഈ ക്ലാസ്സിൽ നിന്നുള്ള മിസ്ബിഹേവിയർ അൺസഹിക്കബിൾ ആണെന്നുള്ളതാണ് പറയുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രൈമ ഫേസി? പ്രൈമ ഫേസി മീൻസ് അറ്റ് ഫസ്റ്റ് വ്യൂ. നമുക്ക് മലയാളത്തിലേക്ക് പോകാം. ശരിയായ രൂപം ഏത്? ജീവച്ഛവം. ഫസ്റ്റ് ച, അടിയിൽ ച. സഹിതം വിപരീത പദം. അതുപോലെ തന്നെ ചെയ്ത് നോക്ക്, കിട്ടുന്നുണ്ടോയെന്ന് നോക്കിയിട്ട്. രഹിതം. പറയുന്ന ആൾ വക്താവ്. പറയുന്ന ആളാരാണ്? വക്താവ്. സ്ട്രൈക്ക് ബേക്കർ, കരിങ്കാലി. ജലം, പര്യായപദം എഴുതുക. ജലം, അപ്പ്. ജലം, അപ്പ്. കണ്ടു, പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? കൺ പ്ലസ് തു. പുല്ലിംഗ സ്ത്രീലിംഗ ജോഡിയിൽ തെറ്റായത് ഏത്? ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്നത് നക്ഷത്രം എണ്ണിക്കുക. കഷ്ടപ്പെടുത്തുക, നക്ഷത്രം എണ്ണിക്കുക. ആ പ്ലസ് കാലം, അക്കാലം.
അതേപോലെ തന്നെ 100ാമത്തെ ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്തു. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.